നമസ്കാരം. അസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. അരവിന്ദ് കെജ്രിവാളിന് ജൂൺ 1 വരെ ഇടക്കാല ജാമ്യം. സുപ്രീം കോടതിയിൽ ഇഡിക്ക് തിരിച്ചടി. വിഷ്ണുപ്രിയ വധം ശ്യാംജിത്ത് കുറ്റക്കാരൻ, ഒന്നും പറയാനില്ലെന്ന് പ്രതി കോടതിയിൽ. കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് പാകിസ്ഥാനിലേക്കെന്ന് പരാമർശം BJP MPക്ക് തിരിച്ചടി. ആശുപത്രികളിൽ മിനിമം വേതനമില്ലാത്ത 628 പേർ. കൊച്ചി മെട്രോ ടിക്കറ്റ് ഇനി ഗൂഗിൾ വാലറ്റിലും. തൃശൂരിൽ പാർട്ടി അക്കൗണ്ട് മരവിപ്പിച്ച നടപടി BJP താൽപര്യത്തിൽ. മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടെ കള്ളം പ്രചരിപ്പിക്കുന്നു MP ഗോവിന്ദൻ. വെല്ലുവിളിച്ച് ലീഗ് സമസ്ത വിരുദ്ധരുടെ പരസ്യം ചന്ദ്രികയിൽ. ഫിസിക്സിനൊപ്പം സംഗീതവും തിരഞ്ഞെടുക്കാം, ചതുർവർഷ ബിരുദം പുതുമകളോടെ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വിവാദ പരാമർശം നടത്തി BJP MP നവനീത് റാണ. തെലങ്കാനയിലെ ഷദ്ഗറിൽ നടന്ന പ്രചാരണ റാലിയിലായിരുന്നു സംഭവം. കോൺഗ്രസിന് വോട്ട് നൽകരുതെന്ന് പ്രസംഗിച്ച റാണ, നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നേരിട്ട് പാകിസ്ഥാനിലേക്കാണ് പോകുകയെന്നാണ് പ്രസംഗിച്ചത്. ഇതോടെ അമരാവതി സ്ഥാനാർത്ഥിക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിൽ നടന്ന ഒരു പ്രചാരണ റാലിയിൽ AIMA നേതാവ് അക്ബറുദ്ദീൻ വൈസിയുടെ 2013 പരാമർശത്തിന് മറുപടി നൽകി നവനീത് റാണ പുലിവാൽ പിടിച്ചിരുന്നു. അന്നും AIMനും കോൺഗ്രസിനും നൽകുന്ന വോട്ട് നേരിട്ട് പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് അവർ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഹൈദരാബാദിലെ BJP സ്ഥാനാർത്ഥിയായ മാധവ് വിജയിച്ചാൽ അവർ ഹൈദരാബാദ് പാകിസ്ഥാനിൽ മാറുന്നതിനെ തടയുമെന്നും റാണ പറഞ്ഞിരുന്നു. പാനൂവല്യായിൽ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 1 ജഡ്ജി AV മൃദുലയാണ് കേസിൽ വിധി പറയുന്നത്. തനിക്കൊന്നും പറയാനില്ലെന്ന് മന്ത്രി വ്യക്തി കോടതിയിൽ വ്യക്തമാക്കി. പാനൂർ വല്യായിൽ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 1 ജഡ്ജി AV മൃദുലയാണ് കേസിൽ വിധി പറയുന്നത്. തനിക്കൊന്നും പറയാനില്ലെന്ന് പ്രതി കോടതിയിൽ വ്യക്തമാക്കി. 2022 ഒക്ടോബർ 22 കേസിനാസ്പദമായ സംഭവം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനു ശേഷം പ്രതി ശ്യാംജിത്ത് വീട്ടിൽ കയറി വിഷ്ണുപ്രിയയെ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2023 സെപ്റ്റംബർ 21 വിചാരണ തുടങ്ങിയത്. കേസിൽ 73 സാക്ഷ്യങ്ങളാണ്. അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി വീട്ടിലുള്ളവരെല്ലാം പോയ സമയത്ത് വിഷ്ണുപ്രിയ തനിച്ചായിരിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ബന്ധുവീട്ടിലായിരുന്ന വിഷ്ണുപ്രിയ രാവിലെ വസ്ത്രം മാറാനും മറ്റുമായി വീട്ടിലെത്തിയതായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും മകളെ കാണാതായതോടെ അന്വേഷിച്ചിറങ്ങിയ അമ്മയാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വിഷ്ണുപ്രിയയെ ആദ്യം കണ്ടത്. വൈകാതെ മരണം സംഭവിച്ചു. ഡൽഹി മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജൂൺ 1 വരെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനാണ് ജാമ്യം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ കെജ്രിവാളിന് അനുവാദമില്ല. മാർച്ച് 21 അറസ്റ്റിലായ കെജ്രിവാൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. തന്നെ അറസ്റ്റ് ചെയ്ത ED നടപടി ചോദ്യം ചെയ്താണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ കെജ്രിവാളിന്റെയും EDയുടെയും വാദം കേട്ട ജസ്റ്റിസ് സുമരായ, സഞ്ജീവ് ഖന്ന, ദീപങ്കർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പറഞ്ഞത്. ജാമ്യം നൽകരുതെന്ന EDയുടെ ആവശ്യം കോടതി തള്ളി. ഹർജിയിൽ ചൊവ്വാഴ്ച വാദം കേട്ട കോടതി വിധി പറയുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരുന്നു. ജാമ്യം നൽകുമെന്ന സൂചന ബെഞ്ച് ചൊവ്വാഴ്ച തന്നെ നൽകിയിരുന്നു. ഇടക്കാല ജാമ്യത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ വെള്ളിയാഴ്ച ഉത്തരവിറക്കിയേക്കും, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കേസിൽ EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ACV രാജുവിനോട് പറഞ്ഞിരുന്നു. 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത്. വ്യാഴാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകാനുള്ള നീക്കത്തെ എതിർത്തിരുന്നു. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ഇളവ് നൽകുന്നത് നിയമവാഴ്ചയെയും സമത്വത്തെയും അപമാനിക്കുന്നതിന് തുല്യമാകുമെന്നും ജാമ്യം നൽകുന്നത് എതിർത്തുകൊണ്ട് ED കോടതിയിൽ വ്യക്തമാക്കി. അതുവഴി നിയമവാഴ്ചയ്ക്കും രാജ്യത്തിന്റെ നിയമങ്ങൾക്കും വിധേയരായ സാധാരണക്കാരും നിയമങ്ങളിൽ നിന്നും ഇളവ് നേടാൻ കഴിയുന്ന രാഷ്ട്രീയക്കാരും എന്ന തരത്തിൽ രാജ്യത്ത് 2 വ്യത്യസ്ത വിഭാഗങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ED വാദിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനുള്ള അവകാശം മൗലികാവകാശമോ ഭരണഘടനാപരമായ അവകാശമോ അല്ല, നിയമപരമായ അവകാശം പോലുമല്ല, ED പറഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവിന് പ്രചാരണത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടില്ലെന്നും കെജ്രിവാൾ തെരഞ്ഞെടുപ്പിൽ എന്നതും ജാമ്യത്തെ എതിർത്തുകൊണ്ട് ED കോടതിയിൽ വാദിച്ചു. ഈ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകി കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്
ആസാദി മീഡിയ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രപരവും ദീർഘകാല ഫലങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതുമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. മന്ത്രി നിലവിലെ 3 വർഷം ബിരുദത്തിൽ നിന്നും അധികമായി 1 വർഷം പഠിക്കുക എന്നതല്ല 4 വർഷ ബിരുദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ കാലത്തിനാവശ്യമായ കഴിവുകൾ വിദ്യാർത്ഥികൾക്ക് വികസിപ്പിക്കാൻ അവസരമൊരുക്കുക എന്നതാണ് പുതിയ സംവിധാനത്തിലെ ഊന്നൽ. വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി ഉന്നത പഠനത്തിൽ മുന്നേറാൻ അവസരം ഒരുക്കലാണ് ഇതിന്റെ പരമപ്രധാന ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസത്തിൽ സ്വന്തം അഭിരുചിക്കൊത്ത പാത തിരഞ്ഞെടുക്കാനാവുമ്പോഴാണ് വിവിധ വിഷയങ്ങളിൽ ഏറ്റവും സർഗാത്മകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവരായ വിദ്യാർത്ഥികൾക്ക് കലാലയങ്ങളിൽ നിന്നും പുറത്തിറങ്ങാനാവുക. വിദ്യാർത്ഥികൾക്ക് ആ സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് പുതിയ കാലത്തെ അക്കാദമിക് കരിയർ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം ബിരുദം രൂപകൽപ്പന ചെയ്യാനാണ് പുതിയ സംവിധാനം സൗകര്യമൊരുക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കാര്യങ്കോട് പുഴയും വറ്റി, കുടിവെള്ളക്ഷാമം രൂക്ഷം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ അതിരിട്ടൊഴുകുന്ന കാര്യങ്കോട്ട് പുഴ ഇടം മുറിഞ്ഞു. മലയോരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് വെള്ളമില്ലാതെ വരണ്ടു കിടക്കുന്നത്. വലിയ കയങ്ങളിൽ പോലും വെള്ളം കുറഞ്ഞതിനാൽ മീനുകൾ ചത്തുപൊങ്ങി. അപൂർവമായ മത്സ്യസമ്പത്താണ് നശിക്കുന്നത്. വെള്ളം വെയിലേറ്റ് ചൂടാകുന്നതാണ് മീനുകൾ ചത്തുപൊങ്ങാൻ കാരണം. ഏറ്റവും വലിയ ജലസംഭരണിയായ അവളൻ കയത്തിലും വെള്ളം തീരെ കുറഞ്ഞു. മീനുകൾ ചത്തുപൊങ്ങി ദുർഗന്ധം വമിക്കുകയാണ്. ജലനിരപ്പ് ഇത്രയേറെ താഴ്ന്നത് ആദ്യമായിട്ടാണ് പഴമക്കാർ പറയുന്നത്. ഇവിടെ നിന്നും ഈസ്റ്റ് എള്ളേരി പഞ്ചായത്ത് ജലനിധിയിലേക്ക് ദിവസവും 5 ലക്ഷം ലിറ്റർ വെള്ളം പമ്പ് ചെയ്തിരുന്നു. വെള്ളം കുറഞ്ഞ് മലിനമായതിനാൽ പമ്പിംഗ് നിർത്തിയിരിക്കുകയാണ്. ചെറുപുഴ തടയണയിൽ വെള്ളം തീരെ കുറഞ്ഞു. മണലും ചെളിയും അടിഞ്ഞുകൂടിയതിനാൽ ജലസംഭരണി ശേഷി കുറഞ്ഞിരുന്നു. അടിഞ്ഞുകൂടിയ മണലും ചെളിയും നീക്കിയില്ലെങ്കിൽ അടുത്ത വർഷവും കാര്യമായി ജലം സംഭരിക്കാൻ കഴിയില്ല. കാര്യങ്കോട്ട് പുഴയുടെ പ്രധാന കൈവഴിയായ തിരുമേനിത്തോടും നീരൊഴുക്ക് നിലച്ചു ഇടം മുറിഞ്ഞു. തോട്ടിലെ തടയണകളും വറ്റിവരണ്ട സ്ഥിതിയിലാണ്. പഞ്ചായത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കിണറുകളിൽ വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. കുഴൽ കിണറുകളിലും വെള്ളമില്ല. എയ്യൻകല്ലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് സന്നദ്ധ പ്രവർത്തകരാണ് വെള്ളം എത്തിച്ചത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചെങ്കിലും കാര്യക്ഷമമല്ലെന്ന് പരാതി ഉയർന്നു. 1500 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കറാണ് ഉണ്ടായിരുന്നതെന്നും ഇത് ഉപയോഗിച്ച് എല്ലാ സ്ഥലത്തും ഓടിയെത്താൻ കഴിയാത്തതിനാൽ 5000 ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു ടാങ്കർ കൂടി എത്തിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. വഴിയടയില്ല. കണ്ണപുരം റോഡിലേക്ക് ബസ്സുകൾക്ക് പോകാൻ പറ്റും വിധം അടിപ്പാത. ദേശീയപാത വികസനത്തിൽ മാങ്ങാട്ടുപറമ്പ് യൂണിവേഴ്സിറ്റി കണ്ണപുരം റോഡിലേക്കുള്ള അടിപ്പാത നിർമ്മാണത്തിൽ മാറ്റം വരുത്താൻ തീരുമാനം. ബസ്സുകൾക്കും കൂടി പ്രവേശിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉയരം കൂട്ടാനും കണ്ണപുരം റോഡിന് സമാനമായി അടിപ്പാത നിർമ്മിക്കാനും തീരുമാനമായി. നിലവിൽ നിർമ്മാണം നടക്കുന്ന അടിപ്പാതയ്ക്ക് 4 മീറ്റർ വീതിയും ആവശ്യത്തിന് ഉയരവുമില്ലെന്നാണ് പ്രധാന പരാതി. കഴിഞ്ഞ ദിവസം കലക്ടറേറ്റിൽ ADMന്റെ നേതൃത്വത്തിൽ ദേശീയപാത അധികൃതരുമായി നടന്ന ചർച്ചയിലാണ് അടിപ്പാതയുടെ ഉയരം 3.5 മീറ്റർ ആക്കാൻ തീരുമാനിച്ചത്. കണ്ണപുരം റോഡിൽ നിന്നും 2 മീറ്റർ വടക്കോട്ട് മാറിയാണ് അടിപ്പാത നിർമ്മാണം ആദ്യം തുടങ്ങിയത്. ഉയരവും വീതിയുമില്ലാതെ അടിപ്പാതയിലൂടെ തളിപ്പറമ്പ് ചെറുകുന്ന് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് കടന്നു പോകാൻ സാധിക്കില്ല. ഈ പ്രശ്നം സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ മലയാള മനോരമ വാർത്ത നൽകിയിരുന്നു. 20ലധികം ബസ്സുകളാണ് ഇതുവഴി കടന്നു പോകുന്നത്. തളിപ്പറമ്പ് പറശ്ശിനിക്കടവ് ഭാഗത്ത് നിന്നുമുള്ള ബസ്സുകൾ പ്രവേശിക്കാൻ കല്യാശ്ശേരി ഭാഗത്തേക്ക് ഏറെ ദൂരം പോയി തിരിച്ചു വരണം. അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണത്തിനെതിരെ DYFI പ്രവർത്തകരും ബസ് ജീവനക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. അടിപ്പാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്താനും ഉയരം കൂട്ടാനും തീരുമാനിച്ചതിനാൽ സമരപരിപാടികൾ നിർത്തിവെച്ചതായി DYFI തളിപ്പറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് CP മുഹാസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. സമസ്ത വിരുദ്ധരുടെ പരസ്യം പ്രസിദ്ധീകരിച്ച് സമസ്ത കേരള ജമാഅത്തുൽ ഉലമയെ വെല്ലുവിളിച്ച് മുസ്ലിം ലീഗ്. സമസ്ത അംഗീകരിക്കാത്ത കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് പരസ്യമാണ് ലീഗ് മുഖപത്രം ചന്ദ്രികയിലൂടെ പ്രസിദ്ധീകരിച്ചത്. CICയിൽ വഫിയാക്കോസുകൾക്ക് CICയിൽ ചേരാനുള്ള
പരസ്യമാണ് ചന്ദ്രിക ഒന്നാം പേജിൽ കഴിഞ്ഞ ദിവസം നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ LDFന്റെ പരസ്യം നൽകിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ലീഗുകാർ സുപ്രഭാതം കത്തിക്കുകയുണ്ടായി. ഇതിന്റെ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കാനാണ് സമസ്ത വിരുദ്ധരായ CICയുടെ പരസ്യം ചന്ദ്രികയിലൂടെ ലീഗ് നൽകിയതെന്നാണ് വിലയിരുത്തൽ. CIC പ്രസിഡന്റായ പണക്കാട് സാദിഖ് അലി തങ്ങളുടെ പേര് നൽകിയാണ് പരസ്യം. CICയെയും പഠന പദ്ധതിയെയും സമസ്ത നേരത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. സമസ്ത ദേശീയ വിദ്യാഭ്യാസ സമിതി രൂപീകരിച്ച് പാഠ്യപദ്ധതി മുന്നോട്ടു പോകുകയാണ്. CIC ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹക്കീം ഫൈസി ആദിബ്ശ്ശേരി പുത്തൻ ആശയങ്ങൾ നടപ്പാക്കുന്നതടക്കം നിരവധി വിമർശനം സമസ്ത ഉന്നയിച്ചിരുന്നു. ലീഗ് ഇടപെട്ട് മധ്യസ്ഥ ചർച്ച നടത്തിയെങ്കിലും തീരുമാനങ്ങൾ നടപ്പായില്ല. ലീഗ് പ്രസിഡന്റായ സാദിഖ് അലി തങ്ങൾ CIC പക്ഷത്ത് നിൽക്കൊണ്ട് ഏകപക്ഷീയമായ സമീപനം സ്വീകരിക്കുന്നതാണ് മധ്യസ്ഥ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെടാൻ കാരണമെന്ന് സമസ്തയ്ക്ക് അഭിപ്രായമുണ്ട്. പുതിയ അധ്യയന വർഷത്തിൽ NSEC പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ലീഗ് പത്രത്തിൽ CIC പരസ്യം നൽകിയതെന്ന വിലയിരുത്തലാണ് സമസ്ത. എന്നാൽ പരസ്യം നൽകിയിരുന്നതിന് എതിരെ ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കുന്നതില്ലെന്നാണ് സമസ്തയുടെ നിലപാട്. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ ലീഗിനും ചന്ദ്രികയ്ക്കുമെതിരെ സമസ്ത പ്രവർത്തകർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ബൈക്കിലെത്തി സ്വിഫ്റ്റ് ബസ് തടഞ്ഞു, ഡ്രൈവറെ ആക്രമിച്ചു. കണ്ണൂർ 7 യുവാക്കൾക്കെതിരെ കേസ്. കണ്ണൂർ അർദ്ധരാത്രിയിൽ ബസ് തടഞ്ഞ് ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിച്ച പരാതിയിൽ 7 യുവാക്കൾക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു. വ്യാഴാഴ്ച രാത്രി 12:20 സംഭവം. എറണാകുളത്ത് നിന്നും കൊല്ലൂർ മൂകാംബിക വരെ പോകുന്ന സ്വിഫ്റ്റ് ബസ് കണ്ണൂർ KSRTC സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് യുവാക്കൾ അക്രമാസക്തരായി പിന്നിലെത്തിയത്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ഊർജ സംരക്ഷണ ക്ലാസ് നടത്തി. കാനച്ചേരി വേനൽക്കാലത്തെ ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കാനച്ചേരി ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച ക്ലാസ് എനർജി മാനേജ്മെന്റ് റിസോഴ്സ് പേഴ്സണൽ PK ബൈജു ഉദ്ഘാടനം ചെയ്തു. മാവഞ്ചേരി ബാങ്ക് പ്രസിഡന്റ് P ചന്ദ്രൻ സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷനായി. സെക്രട്ടറി K പ്രകാശൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ആശുപത്രി മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 1810 നിയമലംഘനം കണ്ടെത്തിയതായി ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ. സംസ്ഥാന വ്യാപകമായി 4 ദിവസം 110 ആശുപത്രിയാണ് പരിശോധിച്ചത്. ജീവനക്കാരായ 34,235 പേരിൽ 628 പേർക്ക് മിനിമം വേതനം ലഭിക്കുന്നില്ലെന്ന് കണ്ടെത്തി. കൂടാതെ 1182 മറ്റു നിയമലംഘനങ്ങൾ കണ്ടെത്തി. തൊഴിൽ നിയമങ്ങൾ അനുശാസിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിയമലംഘനങ്ങൾ പരിഹരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. അല്ലാത്ത പക്ഷം പ്രോസിക്യൂഷൻ അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം, മിനിമം വേതന നിയമം, പേയ്മെന്റ് ഓഫ് വേജസ് നിയമം, മെറ്റർനിറ്റി ബെനിഫിറ്റ് നിയമം, നാഷണൽ ആൻഡ് ഫെസ്റ്റിവൽ ഹോളിഡേസ് നിയമം എന്നീ തൊഴിൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ഡിജിറ്റൽ വാലറ്റ് സേവനമായ ഗൂഗിൾ വാലറ്റിൽ കൊച്ചി മെട്രോ ടിക്കറ്റും യാത്രാ പാസും സൂക്ഷിക്കാം. ഗൂഗിൾ വാലറ്റിൽ രാജ്യത്ത് ആദ്യമായി ഉൾപ്പെടുത്തപ്പെട്ട മെട്രോ സർവീസാണിത്. കൊച്ചി ആസ്ഥാനമായ പ്രുഡന്റ് ടെക്നോളജീസ് ആണ് സാങ്കേതിക പിന്തുണയും സഹായങ്ങൾ നൽകുന്നത്. ടിക്കറ്റുകൾ, യാത്രാ പാസുകൾ, ബോർഡിംഗ് പാസ്, ലോയൽറ്റി കാർഡുകൾ, സിനിമാ ടിക്കറ്റുകൾ തുടങ്ങിയവയെല്ലാം ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാനും ഉപയോഗിക്കാനും പേയ്മെന്റുകൾ നടത്താനും സൗകര്യമുള്ള ആപ്ലിക്കേഷനാണ് ഗൂഗിൾ വാലറ്റ്. ഗൂഗിൾ പേ ആപ്പിനൊപ്പം പേയ്മെന്റ് ആവശ്യങ്ങൾക്ക് ഇനി ഗൂഗിൾ വാലറ്റും ഉപയോഗിക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ മാത്രമാണ് ഗൂഗിൾ വാലറ്റ് ലഭ്യമായിട്ടുള്ളത്. കൊച്ചി ഡ്രീംസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ KMRL MD ലോകനാഥ് ബെഹ്റ, ഗൂഗിൾ പ്രതിനിധി ആശിഷ് മിത്തൽ, പ്രുഡന്റ് ടെക്നോളജീസ് ഡയറക്ടർ ജിജോ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂരിൽ പാർട്ടി അക്കൗണ്ട് മരവിപ്പിച്ച നടപടി BJP താൽപര്യത്തിൽ ED നടത്തിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി V ഗോവിന്ദൻ. മാധ്യമങ്ങൾ ഇതിനെ തെറ്റായി പ്രചരിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. EDയും ഇൻകം ടാക്സ് വകുപ്പും BJPയുടെ ഇംഗിതത്തിനനുസരിച്ച് നിരവധിയായ ഇടപെടലാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കേരളത്തിലും തൃശൂരും നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താൻ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ നടപടികളെല്ലാം. ന്യായമായ കാര്യം വാർത്തയാക്കി പ്രചരിപ്പിക്കുന്നതിനോട് വിയോജിപ്പില്ല. എന്നാൽ തികച്ചും തെറ്റായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരായി പ്രചരിപ്പിക്കുന്നു. കൃത്യമായ കണക്കുകൾ ആദായനികുതി വകുപ്പിന് നൽകുന്ന പാർട്ടിയാണ് CPM. രാജ്യത്ത് CPMന് ഒറ്റ പിൻ നമ്പർ ആണ് ഉള്ളത്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആണ് അക്കൗണ്ട് ഉള്ളത്. അവരാണ് തെറ്റായ പാൻ നമ്പർ രേഖപ്പെടുത്തിയത്. ടിക്ക് പകരം J എന്നാണ് ബാങ്ക് രേഖപ്പെടുത്തിയതെന്നും MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാർച്ച് 5-ന് ബാങ്കിൽ പരിശോധിച്ച ആദായനികുതി ഉദ്യോഗസ്ഥർ അക്കൗണ്ട് മരവിപ്പിച്ചു. പിൻവലിച്ച പണം ചെലവാക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. നിയമാനുസൃതം നടത്തിയ ഇടപാട് തടയുന്നതിനും ആദായനികുതി വകുപ്പിന് അവകാശമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് വേറെ ഒരു ചർച്ച വേണ്ട എന്നതുകൊണ്ട് പണം ചെലവാക്കിയില്ല.
പിന്നീട് ബാങ്ക് അധികൃതർ തന്നെ ബാങ്കിന് പറ്റിയ വീഴ്ചയാണ് സംബന്ധിച്ചു 18/4/24 ബാങ്ക് തെറ്റ് സംബന്ധിച്ച് കത്തും നൽകിയതും അദ്ദേഹം വ്യക്തമാക്കി. പണവുമായി ബാങ്കിൽ എത്താൻ ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി പണവുമായി എത്തി. ഇതിനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത നൽകിയെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. നീലക്കുറിഞ്ഞി ജില്ലാതല ക്വിസ് മത്സരം സമാപിച്ചു. ഹരിത കേരള മിഷൻ നീലക്കുറിഞ്ഞി ജില്ലാതല ജൈവ വൈവിധ്യ ക്വിസ് മത്സരം സമാപിച്ചു. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന മത്സരത്തിൽ സബ് കളക്ടർ സന്ദീപ് കുമാർ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ E.K. സോമശേഖരൻ അധ്യക്ഷനായി. പരിസ്ഥിതി പ്രവർത്തകൻ VC ബാലകൃഷ്ണനാണ് ക്വിസ് മത്സരം നയിച്ചത്. സുരേഷ് മാസ്റ്റർ, ഉനൈസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ ഇരിട്ടി ബ്ലോക്കിലെ N. ശ്രീരാഗ്, കണ്ണൂർ ബ്ലോക്കിലെ O. വാസുദേവ്, തലശ്ശേരി ബ്ലോക്കിലെ അദ്വൈത് സുഷാജ്, പാനൂർ ബ്ലോക്കിലെ P. മിതാലി എന്നിവർ കരസ്ഥമാക്കി. ജില്ലാതല വിജയികൾ മെയ് 20 മുതൽ 3 ദിവസം അടിമാലിൽ നടക്കുന്ന ജൈവ വൈവിധ്യ പ്രകടനോത്സവത്തിൽ പങ്കെടുക്കും. വിനോദവും വിജ്ഞാനവും പുറത്തിറക്കി ശില്പശാലകൾ, ഫീൽഡ് പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെടുത്തിയാണ് 3 ദിവസത്തെ പഠന ക്യാമ്പ്. മിനി ജോബ് ഫെയർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിലുള്ള എംപ്ലോയ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 13, 14 തീയതികളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അഭിമുഖം നടത്തുന്നു. നഴ്സറി ടീച്ചേഴ്സ്, ഓഡിറ്റേഴ്സ്, ഇന്റേണൽ ഓഡിറ്റർ, അക്കൗണ്ടന്റ്, ചീഫ് അക്കൗണ്ടന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഡെലിവറി മാൻ, ഡ്രൈവർ, അക്കാഡമിക് കൗൺസിലർ, ഏരിയ മാനേജർ, സീനിയർ ARDM, കസ്റ്റമർ ഡെവലപ്മെന്റ് മാനേജർ, ടെലികോളർ, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, കാർഡ് ഡിസൈനർ, മാനുഫാക്ചറിംഗ് ട്രെയിനി എന്നീ തസ്തികകളാണ് ഒഴിവുകൾ. യോഗ്യത SLC, +2 ബിരുദം, M.Com, B.Com, ITI ഡിപ്ലോമ, MTTC. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും 250 രൂപയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയ്മെന്റ് സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. നിലവിൽ രജിസ്റ്റർ ചെയ്തവർക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് സഹിതം വന്ന് പങ്കെടുക്കാം. ഫോൺ 0497 2 707 610 62 82 94 20 66. NBA അഭിമുഖം സഹകരണ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന സഹകരണ യൂണിയന്റെ തിരുവനന്തപുരത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ MBA 2024-26 ബാച്ചിലേക്ക് മെയ് 16 രാവിലെ 10 മുതൽ 1 മണി വരെ കണ്ണൂർ സൗത്ത് ബസാറിലെ സഹകരണ പരിശീലന കേന്ദ്രത്തിൽ അഭിമുഖം നടത്തും. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആശ്രിതർക്കും ഫിഷറീസ് സ്കോളർഷിപ്പിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്കും പ്രത്യേക സീറ്റ് സംവരണമുണ്ട്. SC/ST വിദ്യാർത്ഥികൾക്ക് സർക്കാർ യൂണിവേഴ്സിറ്റി നിബന്ധനകൾക്ക് വിധേയമായി ഫീസ് ആനുകൂല്യം ലഭിക്കും. 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും CMAT പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പങ്കെടുക്കാം. ഫോൺ 85 47 61 22 90 94 47 00 21 06. കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററെ അനുസ്മരിച്ചു. കൂടാളിയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖനായിരുന്ന C. കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ ഓർമ്മ പുതുക്കി. കൂടാളി പൊതുജനവായനശാല ആദ്യകാല സെക്രട്ടറിയും പെൻഷേഴ്സ് യൂണിയൻ ജില്ലാ നേതാവുമായിരുന്നു കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ. കേരള സ്റ്റേറ്റ് പെൻഷേഴ്സ് കൂടാളി യൂണിറ്റും കൂടാളി പൊതുജനവായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ P.K. വേണുഗോപാലൻ അനുസ്മരണ ഭാഷണം നടത്തി. R.V. ദാമോദരൻ മാസ്റ്ററുടെ അധ്യക്ഷനായി. K.C. ദാമോദരൻ നായർ, P.K. യശോദ ടീച്ചർ, E.N. കരുണാകരൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി C. അശോകൻ സ്വാഗതവും വാൻസൽ സെക്രട്ടറി P. കരുണാകരൻ നന്ദിയും പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.